romanticism and humanism. First of all, we will go to romanticism. Okay. Now, romanticism. Now it's easier for me to explain this. It's more easy. കാരണം നമ്മൾക്കറിയാം ഇപ്പോൾ ഓൾറെഡി റൊമാൻറ്റിസം പറഞ്ഞു. അപ്പോൾ പിന്നെ മീൻസ് വേർഡ്സ് വർത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രൊഫസർ പറഞ്ഞതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഇല്ല. എന്താണ് an attitude or intellectual orientation based on the individual, the subjective, the irrational, the imaginative, the personal, the spontaneous, the emotional, the visionary and the transcendental. അതാണ് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഇൻ്റലക്ച്വൽ ആറ്റിറ്റ്യൂഡാണ്. അത് ആളുകൾക്കാണ്, ഇൻഡിവിജ്വൽസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് മീൻസ് ദാറ്റ് ഇമോഷണലായിട്ട് ആളുകളുടെ കാഴ്ചപ്പാടിനാണ് കൊടുക്കുന്നത്. ഇറാഷണലാണ്, നേരെ ഓപ്പോസിറ്റ്, ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ദ നിയോക്ലാസിസം. ദെൻ ഇമാജിനേറ്റീവ്, പേഴ്സണൽ, സ്പോണ്ടേനിയസ്, ദ ഇമോഷണൽ, ദ വിഷണറി ആൻഡ് ട്രാൻസെൻഡൻ്റൽ. അതാണ് റൊമാൻറ്റിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഇൻ്റലക്ച്വൽ ഓറിയൻറ്റേഷൻ, ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ. നോ ഇറ്റ് വാസ് ബിഗിൻ ഇൻ with the 1798 publication of lyrical ballads. ലിറിക്കൽ ബാലഡ്സ് 1798 പബ്ലിഷ് ചെയ്തപ്പോഴാണ് ശരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഫസർ പിന്നീട് അതിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ ഒരു റൊമാൻറ്റിസം എന്ന് പറയുന്ന ഒരു ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് തൊട്ടിട്ടാണ് 1798. തീം എന്തായിരുന്നു? ഇൻഡിവിജ്വലിസം, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, ഇമോഷൻസ്, അതൊക്കെ ആയിരുന്നു അതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ടുമാറോസ് ക്ലാസ് ഈസ് ഓൺ ദ ടോപ്പിക് ബയോഗ്രഫിയ ലിറ്ററേറിയ. അപ്പോൾ അതിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് അതിൽ എങ്ങനെയാണെന്നുള്ളത്. കാരണം അത് കോൾറിഡ്ജാണ് എഴുതിയിട്ടുള്ളത്. സോ വിൽ സീ ദാറ്റ്. ഓക്കെ. തീംസ് ആർ ഇൻഡിവിജ്വലിസം, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, ഇമോഷൻസ്, അതൊക്കെയാണ്. ദെൻ ഇറ്റ് എംഫസൈസസ് ഓൺ ഇമോഷൻ ആൻഡ് ഇൻഡിവിജ്വലിസം, ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ പാസ്റ്റ് ആൻഡ് ഓഫ് നേച്ചർ. ഇതൊക്കെയാണ് കാര്യമായിട്ട് അവരുടെ ഒരു എന്താ പറയുക തീം, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് നിയോക്ലാസിസം, എൻലൈറ്റൻമെൻറ്റ്, റാഷണലിസം. അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു റൊമാൻറ്റിസം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ് റൈറ്റേഴ്സ് നോക്കാം. അപ്പം ഇതിൽ ഫസ്റ്റ് ഫേസിൽ വരുന്നത് വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത്. അപ്പം ആക്ച്വലി ബ്ലേക്ക് അത്ര ഫേമസ് ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഇപ്പം നമുക്ക് ബ്ലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറാണ്. ട്രാൻസിഷൻ പീരിയഡിലൂടെ വരുന്ന രീതിയിൽ കണക്കാക്കാറുണ്ട്. ബട്ട് വില്യം ബ്ലേക്കിൻ്റെ ഒരുപാട് വർക്ക്സ് ശരിക്കും റൊമാൻറ്റിക് തീമാണ്. ഇറ്റ് ഹാസ് ശരിക്കും വില്യം ബ്ലേക്ക് ഒരു നിയോക്ലാസിസം പീരിയഡിൽ അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലൊക്കെ ഉള്ള ആളായിരുന്നു. മീൻസ് ഓതറാണെന്നുണ്ടെങ്കിലും വില്യം ബ്ലേക്കിന് നമ്മൾ റൊമാൻറ്റിക് ആ ഒരു എലമെൻറ്റ്സിൽ അത് നമുക്ക് കാണാൻ പറ്റും. ദെൻ വില്യം വേർഡ്സ്വർത്ത്, എസ് ടി കോൾറിഡ്ജ്, ജോഹൻ വോൾഫ്ഗാങ് ഗോദോ, ദെൻ ജീൻ പോൾ നൊവാലിസ്, അഗസ്റ്റസ് വില്യം, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ റൈറ്റേഴ്സാണ്. ഓക്കെ. ഷ്ലീഗൽ. ഓക്കെ. അപ്പോൾ അവരൊക്കെ ഒരു റൊമാൻറ്റിസത്തിൽ. പിന്നെ റൊമാൻറ്റിസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് സാധാരണഗതിയിൽ നമ്മൾ പല സംഭവങ്ങൾ, ഐ മീൻ പല തിയറീസും, പല അപ്രോച്ചസും വരുന്നത് മറ്റ് ലാംഗ്വേജസിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ്. ഇപ്പം നിയോക്ലാസിസം അതല്ലെങ്കിൽ വേറെ ക്ലാസ്സൊക്കെ നമുക്ക് ഒരു ലാംഗ്വേജിൽ നിന്ന് വന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാജിക്കൽ റിയലിസം നമുക്ക് പറയാം. മാജിക്കൽ റിയലിസം ഒക്കെ ശരിക്കും വരുന്നത് പിന്നെ ലാറ്റിൻ അമേരിക്കൻ വർക്ക്സ് നിന്നാണ് പിന്നീട് വരുന്നത്. അതേപോലെ ഇപ്പം നമുക്ക് മലയാളികൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് റൊമാൻറ്റിസം ശരിക്കും ഇംഗ്ലീഷിൽ നിന്ന് കിട്ടിയതല്ലേ. ഇംഗ്ലീഷിൽ നമ്മൾ ഒരു റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ കാൽപ്പനികത, ഇപ്പം രമണനൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ശരിക്കും ഇവരിൽ നിന്നാണ്. ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു പ്രകൃതി, ആ ഒരു പാസ്റ്ററൽ സെറ്റിങ്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണ്. പക്ഷേ ഇംഗ്ലീഷിന് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സംഭവം ഇതാണ്. മീൻസ് ഒരേ ഒരു ഇൻ്റലക്ച്വൽ ഓറിയൻറ്റേഷൻ അതിൻ്റെ ബിഗിനിങ് ഉണ്ടായിട്ടുള്ളത്. മറ്റതൊക്കെ പല ജർമ്മൻ ലാംഗ്വേജിൽ ഉണ്ടായതുണ്ട്. ഇപ്പോൾ റിയലിസം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് അവിടെ തുടങ്ങി, പിന്നെ അത് വായിച്ച് ഇവിടെ അതൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായി മാറിയതാണ്. പക്ഷെ റൊമാൻറ്റിസത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ സെക്കൻഡ് ഫേസിൽ വരുന്ന ആളുകൾ വാട്ടർ സ്കോട്ട് ഉണ്ട്, ബ്രോണ്ടി സിസ്റ്റേഴ്സ്, ഷെല്ലി, കീറ്റ്സ്, ബൈറൺ, മേരി ഷെല്ലി, ഡിക്കിൻസി, വില്യം ഹാസ്ലിറ്റ്, അലക്സാണ്ടർ ഡ്യൂമ, ദെൻ എഡ്ഗർ അലൻ പോ, നഥാനിയൽ ഹോത്തൺ, അമേരിക്കൻസ് ഹോത്തോണോ, അവരൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ രണ്ടാമത്തെ ഫേസിൽ വരുന്ന ഓതേഴ്സാണ്. അപ്പം
ഇതാണ് അതിലൊരു കാര്യം. ഓതേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഓതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ വർക്ക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ദ ടൈഗർ, വില്യം ബ്ലേക്കിൻ്റെ. കുബ്ലൈ ഖാൻ്റെ, കോൾറിഡ്ജിൻ്റെ കുബ്ലൈ ഖാൻ. ദെൻ ഓസിമാൻഡിയാസ്, പി വി ഷെല്ലി. ലീ ഉണ്ട് കേട്ടോ, വൈ ഉണ്ട്, അത് മിസ്സായി പോയിട്ടുണ്ട്. ദെൻ ഡാഫോഡിൽസ്, വില്യം വേർഡ്സ്വർത്ത്. ദ സ്കാർലെറ്റ് ലെറ്റർ നിങ്ങൾക്ക് അറിയാം, എ നഥാനിയൽ ഹോത്തോൺ. ദെൻ ലെസ് മിസറബിൾസ്, ഹ്യൂഗോ, വിക്ടർ ഹ്യൂഗോ. ദെൻ ഫ്രാങ്കൻസ്റ്റൈൻ, മേരി ഷെല്ലി. അപ്പം ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൊമാൻറ്റിസം അതിൻ്റെ എലമെൻറ്റ്സ് ഉള്ള വർക്ക്സ്. ഓക്കെ, മീൻസ് ആ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ചില സമയങ്ങളിൽ ഇപ്പോഴും വർക്ക്സ് വരുന്നുണ്ടാവും, റൊമാൻറ്റിക് എലമെൻറ്റ്സ് ഉള്ള വർക്ക്സ് ഇപ്പോഴും ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, നൗ that is about romanticism. We can move to humanism എന്താ നോക്കാം. humanism, that is humanist എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? that is who taught or wrote in humanities. ഗ്രാമർ, റെട്ടറിക്, ഫിലോസഫി, ഹിസ്റ്ററി ആൻഡ് പോയട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അതിലെഴുതുന്ന ആളൊക്കെയാണ് ഹ്യൂമാനിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഏൻഷ്യൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടെക്സ്റ്റ് എന്നാണ്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സിസേറോ തുടങ്ങിയിട്ടുള്ള ഏൻഷ്യൻ ഗ്രീക്ക് ലാറ്റിൻ ടെക്സ്റ്റുകളിൽ നിന്നാണ് ഈ ഒരു ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ ചില പോയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരേ ഒരു രീതിയിലുള്ള അത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, മീൻസ് എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ അലക്സാണ്ടർ പോപ്പിൻ്റെ ഏത് പോം എടുത്ത് നോക്കിയാലും നിയോ ക്ലാസിക്കൽ എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഡ്രൈഡൻ്റെ ഏത് പോപ്പ് എടുത്ത് നോക്കിയാലും നിയോ ക്ലാസിക്കൽ എലമെൻറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലാ പോയറ്റ്സും അവരേതാണോ, ഏതൊരു ഏജിലാണോ അവർ ഉൾപ്പെടുന്നത്, അതല്ലെങ്കിൽ അവർ പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇറയിൽ നിന്നുകൊണ്ട് മറ്റൊരു ഏജിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഇൻ്റലക്ച്വൽ ആറ്റിറ്റ്യൂഡിനെ അവർ റെപ്രസെൻ്റ് ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഒരാൾ ജീവിച്ചത് മോഡേണിസ്റ്റ് ഫേസിലാന്ന് എഴുതിയിട്ട് അയാൾ കംപ്ലീറ്റ് മോഡേണിസ്റ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ മോഡേണിസ്റ്റ് എലമെൻറ്റ്സ് ഉള്ള കാര്യങ്ങൾ തന്നെ ഫുള്ള് എഴുതിക്കൊള്ളണമെന്നൊന്നുമില്ല, അതിൽ മാറ്റങ്ങൾ വരാം. അപ്പം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്താണ് യൂജിൻ ഓണിയിൽ പിന്നെ 20th സെഞ്ച്വറിയിലുള്ള ഒരു ഓതറാണ്. എന്നിട്ട് അദ്ദേഹം ഏർലി 20th സെഞ്ച്വറിയിലുള്ള ഓതറാണ്, അമേരിക്കൻ പ്ലേ റൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ പോമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് ബിക്കംസ് എലക്ട്ര എന്ന് പറയുന്ന ഇതിൽ പ്ലേയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാസിക്കൽ എലമെൻറ്റ്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതായത് ഈ ഒരു വർക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ വരാം. ചില പ്രത്യേക റൈറ്റേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് അവരുടെ മെത്തേഡ് അല്ലെങ്കിൽ അവരുടെ അതേ സംഭവം, അതേ എലമെൻറ്റ്സ് തന്നെ, അവരുടെ തീംസ് തന്നെ അവർ ഫോളോ ചെയ്യാം. പക്ഷെ ചില ആളുകൾ മാറാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഹ്യൂമാനിസം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു സ്ട്രിക്റ്റായിട്ട് ഒരു ഇതിലേക്ക് മാത്രം കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളതിൻ്റെ എലമെൻറ്റ്സ് പഠിക്കുക. ഹ്യൂമാനിസം എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ റൊമാൻറ്റിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്. ചിലതിപ്പോൾ കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഒരു ടൈം ബൗണ്ടായിട്ട് പറയാൻ പറ്റും. നിയോ ക്ലാസ്സൊക്കെ ഇന്ന തൊട്ടിട്ട് ഇതുവരെ ആയി എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് റൊമാൻറ്റിസം ഇന്ന വർഷത്തിൽ തുടങ്ങി ഇന്ന വർഷത്തിൽ എൻഡ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ അപ്പോൾ ചിലത് എൻഡ് ചെയ്തു പറയാൻ പറ്റും, ചിലത് എൻഡ് ചെയ്തു എന്ന് പറയാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം ഒരു കാര്യത്തെ നമ്മൾ പെട്ടെന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത്, ഒരു ഓതറെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി വെരി വെരി കെയർഫുൾ. സോ ദിസ് ഈസ് ഇൻസ്പയർഡ് ബൈ ആൻഷ്യൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടെക്സ്റ്റ്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സിസേറോ ഒക്കെയാണ്. ടേം ഹ്യൂമനിസം ആക്ച്വലി it was applied to the views of human nature, general values and educational ideas common to Renaissance. അപ്പോൾ റിനാസാൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചർ, ജനറൽ വാല്യൂസ്, എഡ്യൂക്കേഷണൽ ഐഡിയാസ്, എഡ്യൂക്കേഷന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹ്യൂമൻ ബീയിങ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡിഗ്നിറ്റി ആൻഡ് സെൻട്രൽ പൊസിഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. ആളുകൾ അതുവരെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മനുഷ്യന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ലേറ്റർ ഓൺ ഡിഗ്നിറ്റി വാസ് ഗിവൺ ടു ഹ്യൂമൻ ബീയിങ്സ്, ദാറ്റ് ഈസ് സെൻട്രൽ പൊസിഷൻ വാസ് ഗിവൺ ടു ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, നൗ ഇതിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ടു മോറൽ ആൻഡ് പ്രാക്ടിക്കൽ വാല്യൂസ് ഇൻ ലിറ്ററേച്ചർ, ഓർഡറിങ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഓവർ ആനിമൽ ഇൻസ്റ്റിങ്സ്. ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ ഫോർ റൗണ്ടഡ് ഡെവലപ്മെൻറ്റ്. അതായത് എല്ലാ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റും ഹ്യൂമൻ ബീങ്സിന് കൊടുക്കാൻ പറ്റണം എഡ്യൂക്കേഷൻ എന്നുള്ള കാഴ്ചപ്പാടാണ് പിന്നെ ഹ്യൂമനിസ്റ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല മോറൽ ആൻഡ് പ്രാക്ടിക്കൽ വാല്യൂസ് ഇൻ ലിറ്ററേച്ചർ, അതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പാഷനേറ്റ് അങ്ങനത്തെ രീതിയിലല്ല, ബട്ട് മോറൽ ആൻഡ് പ്രാക്ടിക്കൽ വാല്യൂസ് ലിറ്ററേച്ചറിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. മീൻസ്
ലിറ്ററേച്ചർ കൊണ്ട് ആളുകൾക്ക് ഒരു എൻലൈറ്റൻമെൻറ്റ്, ഒരു മാറ്റം, ഒരു ഗുണകരമായിട്ടുള്ള ഒരു അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം വരണം എന്ന് കണക്കാക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന റൈറ്റേഴ്സ്, ഓതേഴ്സ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ, അങ്ങനെ ഒരു സിസ്റ്റമാണിത്. ഓക്കെ, നൗ ഇറ്റ് വാസ് ആക്ച്വലി ലൈക്ക് ഇതിന് കാരണമുണ്ട്. കാരണം ഈ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ബൂം ആണ് ശരിക്ക് പിന്നെ ഈ ഒരു പ്രിൻറ്റിങ് പ്രസ് ഒക്കെ വന്നതിന് ശേഷം, അതായത് 1440 ഏകദേശം അറൗണ്ട് 1440 15th സെഞ്ച്വറിയിലായിട്ട് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിങ് പ്രസ് വന്നു. അപ്പോൾ അതിന് ശേഷമാണ് മനുഷ്യൻ ഈ പഠനത്തിലേക്കും അതുപോലെ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടുതലായിട്ട് യൂറോപ്യൻസ് തിരിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിലൂടെയാണ് ഈ ഹ്യൂമൻ ബീങ് ആളുകൾക്ക് ഇങ്ങനെ മോറൽ പ്രാക്ടിക്കൽ വാല്യൂസ് കൊടുക്കണം, അതുപോലെ എഡ്യൂക്കേഷൻ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും എഡ്യൂക്കേഷൻ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമാനിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ആര് വഹിച്ചിട്ടുണ്ട്? ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് വഹിച്ചിട്ടുണ്ട്. ദെൻ ഓതേഴ്സ് ബേസ് ട്രൂത്ത് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് റീസൺ, ബേസ്ഡ് വാല്യൂസ് ഓൺ ഹ്യൂമൻ നേച്ചർ ആൻഡ് കൾച്ചർ. അവരെങ്ങനെയാണ് ആളുകൾക്ക് എക്സ്പീരിയൻസിൻ്റെ ബേസിലും റീസണിൻ്റെ ബേസിലൊക്കെയാണ് ട്രൂത്തിനെ അവർ കണ്ടിരുന്നത്. പിന്നെ അതുപോലെ ബേസ് വാല്യൂസ് ഓൺ ഹ്യൂമൻ നേച്ചർ ആൻഡ് കൾച്ചർ, അവരുടെ വാല്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു? ഹ്യൂമൻ നേച്ചർ, മനുഷ്യരുടെ കൾച്ചറും ഹ്യൂമൻ നേച്ചറും ഒക്കെ ആയിരുന്നു അവരുടെ ഒരു വാല്യൂസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർ ഇപ്പം നമുക്ക് ശരിയെന്ന് തോന്നുന്ന നമ്മുടെ വാല്യൂ സിസ്റ്റം ശരിക്കും ശരിയായ വാല്യൂ സിസ്റ്റം ഒന്നും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ശരിയാണ്, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മറ്റൊരാൾക്ക് മറ്റൊരു കൾച്ചറിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാട് ഹ്യൂമൻ നേച്ചർ, ആ കൾച്ചർ, അതിനൊക്കെയാണ് അവർ വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരുന്നത്. ദെൻ ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദേ ഇൻകോർപ്പറേറ്റഡ് ഐഡിയൽസ് ഓഫ് പേഗൻ ആൻറ്റിക്വിറ്റി ഇൻ ടു ക്രിസ്ത്യാനിറ്റി. ഓക്കെ, ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അവിടെ പ്രിവെയിൽ ചെയ്തിരുന്ന റിലീജിയൻ, ദാറ്റ് ഈസ് ഇൻ യൂറോപ്പ്. പക്ഷേ അതിലേക്ക് പേഗൻ ആയിട്ടുള്ള പേഗൻ ആൻറ്റിക്വിറ്റി എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് സിഡ്നി, സ്പെൻസർ, മിൽട്ടൺ ഒക്കെ കാണാം. മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ്. അതിൽ പറയുന്നുണ്ട്, അതിൽ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോർ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ എങ്ങനെയാണ് പിന്നെ ആദമും ഈവും പാരഡൈസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, സേറ്റൻ, ഗോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷേ എപ്പോഴും നമുക്കറിയാം ഒരു ബുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ്? യുറേനിയ മീൻസ് മ്യൂസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലേ? മ്യൂസിനെ ഇൻവോക്ക് ചെയ്യുക എന്നുള്ളത് ശരിക്കും ക്രിസ്ത്യൻ ഒരു തീമിൽ പെട്ടതല്ല, സെമറ്റിക് റിലീജിയൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ പെട്ടതല്ല. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ആ പേഗൻ ആൻറ്റിക്വിറ്റി റിലേറ്റഡ് തിങ്. അപ്പോൾ അത് കൊണ്ടുവന്നു ഇവരൊക്കെ ആരിലേക്ക്? മീൻസ് ഇത്തരം ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് എന്നാണ് നമ്മൾ അവരെ പറയാം. ദാറ്റ് ഈസ് സിഡ്നി, സ്പെൻസർ, മിൽട്ടൺ ഒക്കെ ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റുകളാണ്. കാരണം ഇതാണ്, ദേ ഇൻകോർപ്പറേറ്റഡ് ദ ഐഡിയൽസ് ഓഫ് പേഗൻ ആൻറ്റിക്വിറ്റി ഇൻ ടു ക്രിസ്ത്യാനിറ്റി. ഓക്കെ, നൗ ന്യൂ ഹ്യൂമനിസം എന്ന് പറയുന്ന അത് കുറച്ച് കാലത്തിന് ശേഷം, ദറ്റ് ഈസ് 1933 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലൊക്കെ ആയിട്ട് ഇർവിൻ ബാബിറ്റും പോൾ എമിമോറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ന്യൂ ഹ്യൂമനിസം. ഓക്കെ, അപ്പം ഇതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്ന പോലെയാണ് അത് സംഭവം ഉണ്ടായത്. ഓക്കെ, നൗ വി ക്യാൻ സീ ദ ഓതേഴ്സ് മാത്യു അർണോൾഡ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡോവർ ബീച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, മോറൽ ആൻഡ് പിന്നെ അതുപോലെയുള്ള റിലീജിയസ് വാല്യൂസിനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്, അത് നഷ്ടപ്പെടുന്നതിലുള്ള ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മാത്യു അർണോൾഡ് നാച്ചുറലി. ദെൻ ജോൺ മിൽട്ടൺ, സ്പെൻസർ, സിഡ്നി, നോം ചോംസ്കി ഇപ്പോൾ അടുത്ത കാലത്തുള്ള ഒരു റൈറ്ററാണ്. നമുക്കറിയാം, ലിംഗ്വിസ്റ്റിക്സ് ആണ് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നൊന്നും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ സോസറിൻ്റെ ഒപ്പം, ഫെഡറൻ ഡി സോസറിൻ്റെ കൂടെ. പക്ഷേ അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടാണ്, അത് ഹ്യൂമൻ ബീയിങ്സ്, നോളേജ് അങ്ങനെ സെൻറ്റർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് കീപ്പ് ചെയ്യുന്ന, ഹ്യൂമനിസ്റ്റിക് കാഴ്ചപ്പാട് മീൻസ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഓതറാണ്. ദെൻ ചാൾസ് ഫ്രാൻസിസ് പോർട്ടർ ഫൗണ്ടഡ് ദ ഫസ്റ്റ് ഹ്യൂമനിസ്റ്റ് സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്, ഇൻക്ലൂഡഡ് ജൂലിയൻ ഹക്സ്ലി, ജോൺ ഡ്യൂയി, ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻഡ് തോമസ് മാൻ. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ കൂട്ടിക്കൊണ്ട് ചാൾസ് ഫ്രാൻസിസ് പോർട്ടർ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റായിട്ട് ഹ്യൂമനിസ്റ്റ് സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് എന്നൊരു ഇതുണ്ടാക്കിയത്. ഇതിനൊക്കെ കാരണം എന്താ പറയുക, ഇതിൽ ഒരു വലിയ റോള് വഹിച്ചിട്ടുള്ള ഒരു ഫിലോസഫറാണ് അഗസ്റ്റെ കോംറ്റെ. ഹീസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് സോഷ്യോളജി. ഹീ ഫൗണ്ടഡ് പോസിറ്റിവിസം, എ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി. ഓക്കെ, അപ്പോൾ ഈ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പോസിറ്റിവിസം പിന്നെ
കൊണ്ടുവന്നത് അഗസ്റ്റേ കോംറ്റെയാണ്. ഈ അഗസ്റ്റേ കോംറ്റയുടെ കുറേ തിയറീസും കാര്യങ്ങളും അപ്രോച്ചസും ഒക്കെ എന്തിന് പങ്കുവഹിച്ചിട്ടുണ്ട്? ഹ്യൂമനിസം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അതല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. സൈക്കോളജിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാൾ റോജേഴ്സ്, അബ്രഹാം മാസ്ലോ, ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബി.എഡിന് പഠിച്ചിട്ടുണ്ടാവും. കാൾ റോജേഴ്സും അബ്രഹാം മാസ്ലോ ഒക്കെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ വക്താക്കളാണ്. ദെൻ മോഡേൺ ഹ്യൂമനിസ്റ്റുകളായിട്ട് പറയുന്നത് കോർലിസ് ലമോണ്ടും അതുപോലെ കാൾ സാഗനുമാണ്. കാരണം എന്താണ്, കാൾ സാഗനൊക്കെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എത്തീസ്റ്റാണ്. ഓക്കെ, അപ്പം മോഡേൺ ഹ്യൂമനിസ്റ്റാണ് ആയിട്ട് കണക്കാക്കുന്ന ആളുകളാണ് കോർലിസ് ലമോണ്ടും അതുപോലെ കാൾ സാഗനും. ദെൻ ഫാദർ ഓഫ് പിന്നെ ഹ്യൂമനിസം പെട്രാർക്കാണ്. ഈസ് ആൾസോ കൺസിഡർ ആസ് ദ ഫാദർ ഓഫ് റിനൈസാൻസ്. റിനൈസാൻസിൻ്റെ ഫാദറും അതുപോലെ ഈ റിനൈസാൻസും ഹ്യൂമനിസം തമ്മിൽ നല്ല ലിങ്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദേ ആർ പാർട്ട് ആൻഡ് പാർസൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ്, മീൻസ് ഒരു ഡിപ്പെൻഡൻസ് ആണ് രണ്ടും തമ്മിലുള്ളത്. ദാറ്റ് ഈസ്, അപ്പോൾ പെട്രാർക്ക് തന്നെയാണ് ഫാദർ ഓഫ് റിനൈസാൻസും ഹീസ് എ ഫാദർ ഓഫ് ഹ്യൂമനിസം. ഓക്കെ, ഫൈൻ. അപ്പം അത്രയാണ് നമുക്ക് ഇന്ന് ഉള്ളത്. പിന്നെ അതിൽ വർക്ക്സ് എന്ന് പറയുന്നത് പിന്നീട് ദ ഏജ് ഓഫ് റീസൺ, ദെൻ ലിയനാർഡോ ഡി ഡാവിഞ്ചിയുടെ വിട്രൂവിയൻ മാൻ ഡ്രോയിങ്. വിട്രൂവിയൻ മാൻ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് ആണ് കേട്ടോ, ഒരു പിക്ചറാണ്. നമുക്ക് മൊണാലിസയ്ക്ക് പോലെയുള്ളൊരു പിക്ചറാണ്. അതിലിങ്ങനെ ഒരു ആളുടെ ഒരു പ്രൊപ്പോർഷൻ, ഒരാളുടെ പ്രൊപ്പോർഷൻസ് കാണിക്കുന്ന ഒരു ഇതാണ്. അത് ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതി ഞാൻ മറന്നുപോയി. ദെൻ എരിയോപെജിറ്റിക്ക, ദാറ്റ് ഇസ് മിൽട്ടൺസ് ലിബർട്ടി ഓൺ അൺലൈസൻസ്ഡ് പ്രിൻറ്റിങ്. അൺലൈസൻസ്ഡ് പ്രിൻറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 എസ്സേ പോലെ അല്ലെങ്കിൽ ഒരു വർക്കാണ് മിൽട്ടൺ ചെയ്തതായിരുന്നു അത്. ദെൻ സാമുവൽ ജോൺസൺ ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ വർക്ക്സ് റിലേറ്റഡ് ആയിട്ട് ഹ്യൂമനിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. നൗ വി ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ നിങ്ങൾ കേട്ടില്ല, ഒന്നും ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. അയ്യോ, ഞാൻ ആകെ പേടിച്ചു പോയി. പ്ലീസ് മ്യൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു, എല്ലാം പോയി എന്ന് കരുതി.